glorious moments. നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ മുഖമല്ലേ. അപ്പം ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവായ സ്നേഹത്തിലൂടെ നമ്മൾ വളരണ്ടേ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം മാത്രം നമുക്ക്, ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ ചോദിക്കുന്നത്. ഷുബിജാന്ന് പറയണം. ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം, ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമുള്ളൂ. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കും ദൈവത്തിന്റെ മുഖമല്ലേ. അപ്പം യേശു ക്രിസ്തുവായ സ്നേഹത്തിൽ വളരാൻ വേണ്ടിയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല, അതെ, ഈ ചോദിക്കുന്ന ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രാർത്ഥനയെ പറ്റിയാണോ ചോദിക്കുന്നത്? പ്രാർത്ഥനയെ പറ്റിയല്ല, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യന്റെ മുഖം ദൈവത്തിന്റെ മുഖമല്ലേ. ദൈവത്തിന്റെ സ്വരൂപത്തെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആശയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരാൻ വേണ്ടിയല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതെ, ചോദ്യം എന്നതാണ്. അതൊക്കെ സംഭവം ശരിയാണ്. എന്താ ചോദ്യം? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ സ്നേഹത്തിൽ നമുക്ക് പോകണ്ടേ. അപ്പൊ ഈ സഭകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഓരോരുത്തരും. അപ്പൊ ക്രിസ്തുവായ സ്നേഹത്തിൽ നമുക്ക് വളരെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ശുഭിജാന്ന് പറഞ്ഞു തരണം. സ്നേഹത്തില് സത്യം സംസാരിക്കണം. അങ്ങനെയാണ് നമ്മളെ പുതുപ്പള്ളിയിൽ ഗീവറിസ്താറായിട്ട് നാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദം ഉണ്ടോ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഗീവറിസ്താറേക്ക് എന്നാ കുഴപ്പം? അല്ല, ശുഭിജാനോട് പറഞ്ഞതാ. ശുഭിജാനോട് അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു ആശയാണോ? അതെ, അങ്ങനെയല്ല. അത് തെറ്റിദ്ധാരണയാണ്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രാർത്ഥന ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നുള്ളൂ. അയ്യോ, അങ്ങനെ ഒക്കുന്നേ. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ എന്നാണ് അർത്ഥം, ആപ്ലിക്കേഷൻ. ആയിക്കോട്ടെ, അപേക്ഷ. നമുക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസറോട് അപേക്ഷിക്കണം. അല്ലാതെ വില്ലേജ് ഓഫീസർ അപേക്ഷിക്കണം. മധ്യസ്ഥ ആരൊക്കെ ഉള്ളതെന്ന് ശ്രമിക്കാന്ന് പറഞ്ഞതാ. അതാ പറഞ്ഞേ, ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു അധികാര വ്യവസ്ഥയാണ്. അതെ, ദൈവം എന്ന വാക്കിന്റെ അർത്ഥം അധികാരം എന്നാണ്. മനസ്സിലായി? അപ്പൊ അധികാരം ആർക്കുണ്ടോ അതാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ അധികാര വ്യവസ്ഥ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, എല്ലായിടത്തും വിതരണം ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ അധികാരമാണ് വില്ലേജ് ഓഫീസറിലും ഇരിക്കുന്നത്. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ ദൈവത്തിന്റെ ഒരു ശുശ്രൂഷകനാണ്. നമ്മുടെ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. ഇത് ഞാൻ പറഞ്ഞല്ല. റോമാലേഖനം 13 അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന 3 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. റോമാലേഖനം 13 വായിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരോടൊക്കെ അപേക്ഷിക്കും. ഇപ്പം കോടതിയില് ജഡ്ജിയുടെ അടുത്ത് പറയുന്ന മൈ ലോർഡ്, ദിസ് ഈസ് മൈ പ്രയർ. മൈ ലോർഡ് എന്നാണ് ജഡ്ജിയെ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ദിസ് ഈസ് മൈ പ്രയർ, ഇതാണ് എന്റെ പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷ എന്നാണ് അർത്ഥം. അത് അധികാരത്തിൽ ആരിയ്ക്കുന്നോ. ഇപ്പൊ ഒരു വില്ലേജ് നമുക്കിപ്പോ ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ നരേന്ദ്രമോദിക്ക് ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ റൈറ്റ് ആയിട്ടും പ്രോപ്പർ ആയിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് പലരോടുമാകും പ്രാർത്ഥന, അല്ലാതെ ഒരാളോട് മാത്രമല്ല. അല്ലാതെ യേശുവിന്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ ലഭിക്കാനാണ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ബാക്കി എന്തെങ്കിലുമൊക്കെ കിട്ടണ വേറെ പലരോടും പ്രാർത്ഥിക്കേണ്ടി വരും. ഒരു കൊച്ചിന് പോക്കറ്റ് മണി കിട്ടണേ അവന്റെ അപ്പനോട് പ്രാർത്ഥിക്കണം, അല്ലെ അമ്മയോട് പ്രാർത്ഥിക്കണം, അന്നേരം കിട്ടുന്നേ. ഞാൻ ഒരു യൂട്യൂബിൽ കേട്ട ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ആയിക്കോട്ടെ. നമ്മുടെ ഒരു ചർച്ചിലൊരു അച്ഛൻ പുരോഹിതൻ പ്രസംഗിച്ചപ്പം പറഞ്ഞാണ്, നമ്മുടെ സഭകൾക്ക് ഒരു കുരിശ് വെച്ച് മാത്രമല്ല പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളൂ സഭകളിൽ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ തൂങ്ങിയ ആ കുരിശിനെ വെച്ചുള്ള പ്രാർത്ഥന മാത്രം പറഞ്ഞുള്ളൂ. ക്രിസ്തുവിന്റെ നാമത്തെ മാത്രം പ്രാർത്ഥന പറഞ്ഞിട്ടുള്ളത് ഒരു പുരോഹിതൻ പള്ളി വെച്ച്. പുരോഹിതന് വിവരദോഷമായിരിക്കും. എന്തോ ആ പുരോഹിതന് വിവരദോഷമായിരിക്കും. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാനാനിലെ കല്യാണത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട് മാതാവിന്റെ അടുത്ത് മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം. അത് കഴിഞ്ഞിട്ട് പിന്നീട് യേശുക്രിസ്തു ആ തീരുമാനം മാറ്റുന്നുണ്ട്. അങ്ങനെ തീരുമാനം മാറ്റാനുള്ള റീസൺ എന്താണ്? അത് മാതാവ് ആവശ്യപ്പെട്ടത് കൊണ്ടാണോ? മൈ അവർ ഹാസ് നോട്ട് കം യെറ്റ്, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ യോഹന്നാസ്ലീഹയുടെ സുവിശേഷത്തിൽ തന്നെ നാഴിക വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ മുന്നോട്ട് വായിച്ചാൽ മതി. ആ സുവിശേഷം തന്നെ ദ ഹവർ ഹാസ് കം എന്ന് പറയുന്നു.
ഇപ്പൊ കർത്താവിന്റെ അവസാനത്തെ അത്താഴത്തിലേക്ക് കർത്താവ് പോവുകയാണ്. അവിടെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അവിടെ വീഞ്ഞിനെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുകയാണ്, വാങ്ങി ഭക്ഷിക്കുവീൻ, വാങ്ങി പാനം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് പാനപാത്രവും കൊടുക്കുകയാണ്. അപ്പൊ വാങ്ങി പാനം ചെയ്യുവീൻ എന്ന് പറഞ്ഞ് പാനപാത്രം കൊടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന അവിടെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ശരിക്കും കർത്താവിന്റെ ആവറം എന്ന് പറയുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കുക, ഒരു കല്യാണ വിരുന്ന് നടത്തുക എന്നുള്ളതല്ല അൾട്ടിമേറ്റ് പർപ്പസ്. ഏറ്റവും വലിയ വിരുന്ന് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ടാണ് യാക്കോബായ സഭയുടെ ഹോളി ലിറ്റർജിയിൽ വിശുദ്ധ കുർബാനയെ സ്വർഗീയ വിരുന്ന് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സ്വർഗീയ വിരുന്ന് എന്നുള്ള പേര് അപഹരിച്ച് കോട്ടയത്തൊരു കൾട്ട് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സ്ഥാപകന് ഈ യാക്കോബായ സഭയിൽ നിന്ന് പിളർന്ന് മാറിയ ഒരു ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഒരംഗമായിരുന്നത് കൊണ്ടും അദ്ദേഹം അവിടെ ഒരു മെത്രാന്റെ ശിങ്കിടിയായി കുറെ നാൾ പ്രവർത്തിച്ചിരുന്നത് കൊണ്ടും എങ്ങനെയോ ഈ പദം അവിടുന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് സ്വർഗീയ വിരുന്ന് എന്നത് പുരാതനമായി സുറിയാനി സഭ വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്ന പദമാണ്. സ്വർഗീയ വിരുന്ന്, ഹെവൻലി ഫീസ്റ്റ്. ഈ സ്വർഗീയ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കാനാവിലെ കല്യാണ വിരുന്നിനേക്കാൾ ഈ സ്വർഗീയ വിരുന്നാണ്, ഈ അവറാണ് കർത്താവ് പറയുന്നത്. അവിടെ വെള്ളം വീഞ്ഞാക്കി, ഇവിടെ വീഞ്ഞിനെ രക്തമാക്കി തരും. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു കാര്യം പറയുമ്പോ കർത്താവ് തന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ദൗത്യത്തെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം എന്ന് പറഞ്ഞത്. അതെ, താങ്ക് യു. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ ദൈവത്വത്തിന്റെ ആ മഹത്വം എടുക്കാതെ ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് യേശുക്രിസ്തു എന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് ആ ദൈവത്വം ഉപയോഗിച്ചില്ല എന്ന് മാത്രമാണോ? കാരണം യേശുക്രിസ്തു മിറാക്കിൾസ് ചെയ്യുന്നുണ്ട്, രോഗിയുടെ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടെല്ലാം മറ്റു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവത്വം എടുക്കാതെ, ദൈവത്വത്തിന്റെ ആ മഹത്വം എടുക്കാതെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറയുന്നതിന് അതിന് ശരിക്കും ഒരു യേശുക്രിസ്തു എന്നുള്ള മനുഷ്യനില് അതെങ്ങനെയാ സംഭവിച്ചെന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാം. എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞ അവനെ വെള്ളത്തെ വീഞ്ഞാക്കുന്ന കർത്താവ് കല്ലിനെ അപ്പമാക്കിയില്ലെന്നുള്ളതാണ്. കാരണം സിസ്റ്റർ ചോദിച്ച പോലെ അവന് വേണ്ടി ഒന്നും ചെയ്തില്ല. കാരണം അവനെ ആ ദൈവത്വത്തിന്റെ പ്രിവിലേജസ് ആണ് ഉപേക്ഷിച്ച് കളഞ്ഞത്. ദൈവത്വം പൂർണ്ണമായിട്ടും അവനിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതല്ല. ഈ എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്വത്തിൻ്റെതായ പ്രിവിലേജുകളെ ഒഴിവാക്കി മനുഷ്യനായി തീർന്നു. അപ്പോഴും അവൻ ദൈവമായിരുന്നു, അവനിൽ ദൈവത്വവും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ പൂർണ്ണമായി മനുഷ്യനായി തീർന്നു. പിന്നെ അവൻ അത്ഭുതങ്ങൾ ചെയ്തതിനെ പറ്റി യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അവനെ അഭിഷേകം ചെയ്യുകയും അവൻ നാട് നീളെ നന്മ ചെയ്ത് സഞ്ചരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ശക്തിയാലുമാണ് യേശു അത്ഭുതങ്ങളെ ചെയ്തതെന്ന് തിരുവെഴുത്തി പറയുന്നുണ്ട്. അതേ ശക്തിയാലും അതേ സാന്നിധ്യത്താലും തന്നിൽ വിശ്വസിക്കുന്നവർക്കും ആ അത്ഭുതങ്ങൾ, അതിനേക്കാൾ മികച്ച അത്ഭുതങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് കർത്താവ് വാഗ്ദത്തവും ചെയ്യുന്നു. അപ്പൊ മറ്റാർക്കും പോകാൻ പറ്റാത്ത ഒരു പാതയിലൂടെ താൻ സഞ്ചരിക്കുകയല്ലായിരുന്നു, മറിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അനുഗമിക്കുവാൻ വേണ്ടി, തന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ വേണ്ടി ഒരു മാതൃക വെച്ചിട്ടാണ് അവൻ പോയത് എന്നാണ് പത്രോസ്ലീഹ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ നമ്മിൽ ഒരുവനെ പോലെ, നമ്മെ പോലെ തന്നെ ആയി തീർന്നു. അതുകൊണ്ടാണ് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ശിവശ. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.